സിന്ദൂരരേഖ ഭാഗം 78. അവൾ പറഞ്ഞു തീരും വരെ മനു അവളെ തന്നെ കേട്ടിരിക്കുമായിരുന്നു. ഒരു കഥ പറയുന്ന ലാഘവത്തോടെ തൻ്റെ ജീവിതം മുഴുവൻ പറഞ്ഞു തീർത്തിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷയില്ലാതെ അവൾ തന്നെ സ്നേഹിച്ചപ്പോൾ അവളുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത? എങ്ങനെയായിരിക്കും ഇത്രനാളും തന്നെ മാത്രം അവൾക്ക് പ്രണയിക്കാൻ കഴിഞ്ഞിരിക്കുക? എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മനുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അതിനൊക്കെ ഉത്തരം അവൾക്ക് മാത്രമേ അറിയൂ. ചിലപ്പോൾ അവൾക്ക് പോലും അറിയില്ലായിരിക്കും. അതെല്ലാം അവളായിരുന്നാലേ മനസ്സിലാക്കാൻ കഴിയൂ. അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ പോലും ഇതിനൊക്കെ ഉത്തരം എന്താണെന്ന് ചിലപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മനുവേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? കുറച്ച് സമയമായിട്ടും അവൻ്റെ അനക്കമൊന്നുമില്ല. താൻ പറഞ്ഞു നിർത്തിയിട്ടും അവനൊന്നും സംസാരിക്കുന്നില്ല എന്ന് കണ്ടതും അമ്മാളു തന്നെ അവനോട് വീണ്ടും ചോദിച്ചു. ഐ തിങ്ക് ഐ ഹാഡ് ലിസൺ സംതിങ് ഹേർട്ട് ടച്ചിങ്. അതാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. എന്നെ കളിയാക്കിയതാണോ അതോ കാര്യമായിട്ട് പറഞ്ഞതാണോ? ഞാൻ പറയുന്നത് കേട്ടിട്ട് നിനക്ക് കളിയാക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളല്ലേ, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അവൾ അങ്ങനെ പറഞ്ഞതും അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചിരുന്ന കൈ ഉയർത്തി അവൻ അവളുടെ കവിളിലായിട്ടൊന്ന് കുത്തി. മനുവേട്ടൻ എന്നാലും അനവധിയെ എന്താ ഇഷ്ടപ്പെട്ടത്? ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അമ്മാളുവിൻ്റെ വീണ്ടുമുള്ള ചോദ്യം. ആ ചോദ്യത്തിൽ ഒരു ചെറിയ കുശും പൊളിഞ്ഞിരിപ്പില്ലേ എന്ന് തോന്നി മനുവിന്. അവളുടെ ശബ്ദത്തിൽ തന്നെ ആകെ ഒരു വ്യത്യാസം. അത് പിന്നെ അവൾക്ക് നല്ല ചുരുണ്ട മുടിയായിരുന്നു. അതുമാത്രമല്ല, ഷീ ഹാസ് ഹെയ്സൽ ഐസ്. അതും നല്ല ഭംഗിയായിരുന്നു. അവളെ ഒന്ന് കളിപ്പിക്കാനെന്ന രീതിയിൽ മനു അങ്ങനെ പറഞ്ഞു. അത് കേട്ടതും അമ്മാളും അവളുടെ സ്വന്തം മുടി തൊട്ടു നോക്കിക്കൊണ്ട് മനുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ ഈ ചെയ്യുന്നതെല്ലാം മനു ഒരു പുഞ്ചിരിയോടെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ മനുവേട്ടൻ എൻ്റെ മുടി ഇഷ്ടമല്ലല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, എൻ്റെ മുടിയേക്കാൾ അവളുടെ മുടി നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. കമ്പയറിങ് ആണോ? നോ, നെവർ. എന്തൊക്കെയായാലും സുന്ദരി ഞാൻ തന്നെ. റൈറ്റ്. ഇൻ മൈ പേഴ്സ്പെക്റ്റീവ്, ഇനി എത്രയൊക്കെ വലിയ സൗന്ദര്യമുള്ളവർ വന്നാലും എൻ്റെ കണ്ണിൽ ഇനി നീ തന്നെയായിരിക്കും സുന്ദരി. അതുപോലെ. പെട്ടെന്ന് മനു അങ്ങനെ പറഞ്ഞത് കേട്ടതും അമ്മാളുവിൻ്റെ കണ്ണുകൾ ആകാംക്ഷയോടെയും അതിലുപരി അത്ഭുതത്തോടെയും വിടർന്നു വരുന്നത് മനു പുഞ്ചിരിയോടെയാണ് നോക്കിക്കണ്ടത്. മനുവേട്ടന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? അവൾ പോലും അറിയാതെ അവളുടെ നാവിൽ നിന്ന് ആ ചോദ്യം വീണുപോയി. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആകാംക്ഷയോടെയും അതിലുപരി അത്ഭുതത്തോടെയുള്ള അവളുടെ ആ ചോദ്യം കേട്ടതും അവനും ഒരു നിമിഷം പുഞ്ചിരിയാണ് വന്നത്. മനുവേട്ടൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നൂടെ? ചിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാ. നിനക്ക് എന്തു പറ്റി അമ്മു? വട്ടായോ? അവളുടെ തലയിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. കാരണം ഓരോ നിമിഷവും അവനെ ആരാധിക്കും പോലെയായിരുന്നു അവൾ ഓരോ കാര്യങ്ങളും അവനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാ തോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ. സമയം എത്രയെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഉറക്കം വരുന്നില്ലേ മനുവേട്ടന്? കുറച്ചു നേരം അങ്ങനെ നിലാവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മാളുവിന് പതിയെ ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അവനോടുള്ള അവളുടെ ചോദ്യം. മനു അപ്പോഴും നിലാവിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു. എന്താ, നിനക്കുറക്കം വരുന്നുണ്ടോ? പിന്നല്ലാതെ. അവൾ പറയുന്നത് കേട്ടതും മനു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവൾ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്നിട്ട് അവൾക്ക് ഉറക്കം വരുവാണ് എന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കുന്നു. അവളുടെ കണ്ണുകൾ ഉറക്കം വന്ന് തൂങ്ങി അടഞ്ഞു പോകുന്നത് കണ്ടതും മനു പിന്നെയും അവിടെ ഇരിക്കാൻ നിൽക്കാതെ അവളുമായിട്ട് അകത്തേക്ക് വന്ന് കിടന്നു. പിറ്റേ ദിവസം പറഞ്ഞു വെച്ചതുപോലെ രണ്ടുപേരും ചേർന്ന് അമ്പലത്തിലേക്ക് പോയി. ഇന്ന് പോയപ്പോൾ മനു അമ്പലത്തിനുള്ളിൽ കയറി. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് തൊഴുത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയതിന് ശേഷമാണ് രണ്ടുപേരും അമ്പലത്തിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്തിയത്. നോ, ഒരു കാര്യവുമില്ലാതെ നീ വെറുതെ ഇനി മുതൽ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് തീരുമാനം എടുക്കില്ല എന്നെനിക്കറിയാം. അതെന്ത് തന്നെ ആയാലും നല്ലതിന് വേണ്ടി മാത്രമായിരിക്കണം. പോകുന്നതിന് മുൻപ് അമ്മ അങ്ങനെ പറഞ്ഞതും അമ്മയെ നോക്കി അവനൊന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. അമ്മാളുമായിട്ടാണ് അവൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് അവളെ കോളേജിലേക്ക് ആക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങോട്ടുള്ള യാത്രയിൽ ഇരുവരും മൗനമായിരുന്നു. എങ്കിലും അമ്മാളുവിൻ്റെ മുഖത്ത് ഒരു ടെൻഷൻ പോലെ മനുവിന് തോന്നി. ആദ്യമായിട്ടായിരുന്നു അന്ന് മനു അവളുടെ കൂടെ കോളേജിലേക്ക് പോയത്. ഞാൻ വരണോ അവരെയൊക്കെ പരിചയപ്പെടാൻ? അമ്മാളു കാറിൽ നിന്നിറങ്ങി കോളേജിലേക്ക് പോകാൻ നേരം മനു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. തൽക്കാലം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കാണാനുള്ളവരെയൊക്കെ കണ്ടിട്ട് വാ. എന്നിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. അമ്മാളു പറഞ്ഞതും മനു ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാം, യു ആർ നെർവസ് അബൌട്ട് മീ, ബട്ട് ഐ പ്രോമിസ് ദിസ് ഈസ് ദ ലാസ്റ്റ് ഡാൻസ് ആൻഡ് ഐ വിൽ കം ബാക്ക് ഹോളി ടു യു. തമാശ പോലെയാണ് അവൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന കനലിൽ ഒരു വെള്ളത്തുള്ളി വന്ന് വീണതുപോലെ തോന്നി അമ്മാളുവിന്. അവനോട് യാത്ര പറഞ്ഞ് കോളേജിലേക്ക് പോകുമ്പോൾ മനസ്സിൽ അല്പം ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്.
അമ്മാളുവിനെ കോളേജിലേക്കാക്കി കുറച്ചു കഴിഞ്ഞതിന് ശേഷം മനു ഹോസ്പിറ്റലിലേക്ക് എത്തി. മെയിൻ ബ്രാഞ്ചിലാണ് 2 ദിവസമായിട്ട് പോയിരുന്നത്. ഇന്നാണ് ഇനി സെക്കൻഡറി ബ്രാഞ്ചിൽ വരുന്നത്. പക്ഷേ അവിടെയുള്ള സ്റ്റാഫിനും അവൻ വരുമെന്നുള്ള ഇൻഫോർമേഷൻ ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവനെ ബഹുമാനത്തോടെ നോക്കി വിഷ് ചെയ്തു. എല്ലാവരെയും നോക്കി അവനും തിരികെ ഒരു പുഞ്ചിരി മടക്കി കൊടുത്തുകൊണ്ടാണ് തൻ്റെ ക്യാബിനിലേക്ക് പോയിരുന്നത്. തൽക്കാലത്തേക്ക് മനു ഇപ്പോൾ കൺസൾട്ടേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. ഹോസ്പിറ്റലിലെ ഫിനാൻസും അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവൻ അവിടെ കയറിയിരിക്കുന്നത്. കൺസൾട്ടേഷൻ തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് മനു ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. സമയം നോക്കിയപ്പോൾ രാവിലെ 10 മണിയായിട്ടുണ്ട്. 10 മണിയോടടുപ്പിച്ചാണ് അവൻ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ആളെത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലും ഫയലുകളിലുമായിട്ട് മാറി മാറി ഓടിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ക്യാബിൻ്റെ വാതിലിലേക്കും നീളുന്നുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന സമയം തന്നെയാണ് തനിക്കരികിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്തത്. ചെറിയൊരു പുഞ്ചിരിയോടെയാണ് മനു ഫോൺ അറ്റൻഡ് ചെയ്തത്. ഹലോ സാർ, റിസപ്ഷനിൽ നിന്നാണ്. യെസ്, പറയൂ. സാർ, ഒരാൾ കാണാൻ വന്നിരുന്നു. സാറിനെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറയുന്നു. ബട്ട് ഇതുവരെ ഇവിടെ അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ആരാണ് വന്നിരിക്കുന്നത്? മനു തിരികെ ചോദിച്ചു. ആരാണെന്നറിയാം, എങ്കിലും വെറുതെ ഒന്ന് ചോദിക്കാമെന്ന് കരുതി മനു ആളെ തിരക്കി. മറുവശത്ത് അവിടെ നിൽക്കുന്ന ആളോടും റിസപ്ഷനിസ്റ്റ് പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സർ, വൺ മിസ്റ്റർ സാമുവൽ സിറിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് ഹിം കം ടു മൈ ക്യാബിൻ. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മനു ഫോൺ വെച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ക്യാബിൻ ഡോറിൽ കൊട്ടുന്ന ശബ്ദം മനു കേട്ടിരുന്നു. യെസ്, കമിൻ. അകത്തുനിന്ന് മനു വിളിച്ചു പറയുന്നതിന് അയാൾ അകത്തേക്ക് കയറി. പുഞ്ചിരിയോടെ ആ ചെറുപ്പക്കാരൻ മനുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്താ മാനവ്, ഞാൻ വരുന്ന കാര്യം റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞില്ലേ? ഓ, ആക്ച്വലി ഐ ഫോഗോട്ട് ഇറ്റ്. രാവിലെ തിരക്ക് പിടിച്ചാണ് വന്നത്, ലേറ്റായി പോയിരുന്നു. അപ്പോൾ ഞാനതവിടെ പറയാൻ മറന്നുപോയി. മനു പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. സാമുവൽ, ഇരിക്കൂ. യു ക്യാൻ കോൾ മീ സാം. കസേരയിലേക്ക് ഇരിക്കുന്നതിനിടയിൽ മനു തന്നെ സാമുവൽ എന്ന് നീട്ടി വിളിക്കുന്നത് കേട്ടതും സാമുവൽ തന്നെ അത് തിരുത്തി കൊടുത്തു. അതിന് മനു ഒന്ന് പുഞ്ചിരിച്ചു. സിറിൽ സാർ എങ്ങനെ ഇരിക്കുന്നു? ഹീസ് ഫൈൻ നൗ. പക്ഷേ നടക്കാനൊക്കെ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രായവും കൂടി വരുന്നതല്ലേ. സോ കംപ്ലീറ്റ് ഒക്കെ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ആള് ഇപ്പോൾ വീട്ടിൽ തന്നെയാണോ? യെസ്, US വീട്ടിൽ തന്നെയാണ്. ഞങ്ങളുടെ വീടിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനും കഴിയും. ആണോ? ഞാൻ അന്വേഷിച്ചു എന്ന് പറയണേ. വിളിച്ചാൽ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ലാത്തത് കൊണ്ടാണ് വിളിക്കാത്തത്. ഇറ്റ്സ് ഓക്കെ മാനവ്, ഡാഡിയോട് ഞാൻ പറയാം. അയാൾ പുഞ്ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു. യാത്രയൊക്കെ സുഖമായിരുന്നോ? യെസ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എങ്കിലും ലോങ് ട്രിപ്പല്ലേ, അതുകൊണ്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നലെ വരാതെ ജോയിൻ ചെയ്യാൻ ഇന്ന് വരാമെന്ന് കരുതിയത്. അയാൾ പറഞ്ഞതും മനു പുഞ്ചിരിച്ചു. ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ സാം? യെസ്, ഹിയർ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് അയാൾ കയ്യിലുള്ള ഫയൽസ് എല്ലാം മനുവിൻ്റെ നേർക്ക് നീട്ടി. അതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞ് മനു അയാളെ ഒന്ന് നോക്കി. കൺസൾട്ടേഷൻ നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ തുടങ്ങാം. തൽക്കാലം താങ്കൾക്ക് ജോയിൻ ചെയ്ത് ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഫെസിലിറ്റീസ്, മെഡിസിൻ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്താൽ. മനു പറഞ്ഞതും സാം തലയാട്ടി. അവനോട് പറഞ്ഞ് അധികം നേരം നിൽക്കാതെ അയാൾ പുറത്തേക്കിറങ്ങി. ക്യാബിനിൽ ഇരുന്ന് തന്നെ ഹോസ്പിറ്റലിലെ ക്യാമറയിലൂടെ നോക്കുമ്പോൾ തൻ്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സാം അപ്പോൾ തന്നെ ആരെയോ ഫോൺ വിളിക്കുന്നത് കണ്ടതും മനുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അങ്ങനെ ഇരിക്കുന്ന സമയം തന്നെ മനുവിൻ്റെ ഫോണിലേക്ക് മറ്റൊരു കോൾ വന്നു. ഉണ്ണിയായിരുന്നു വിളിച്ചത്. അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. എന്താ ഏട്ടാ, അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ ദ റൈറ്റ് വേ ആസ് വി എക്സ്പെക്റ്റഡ്. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ മനു അവനോട് പറയുന്നത് കേട്ടതും മറുവശത്ത് അവൻ്റെ മുഖവും ആശ്വാസത്തോടെ ആകുന്നത് മനു അറിഞ്ഞിരുന്നു. ബി കെയർഫുൾ ഏട്ടാ, ഓരോ സ്റ്റെപ്പും അത്രയും സൂക്ഷിച്ചായിരിക്കണം. യെസ്, ഐ നോ. ഒരു തവണ പറ്റിയ അബദ്ധം ഇനിയില്ല. ഇതവൻ്റെയൊക്കെ അവസാനത്തെ കളിയാണ്, ദ ലാസ്റ്റ് ഡാൻസ്. മനു ഗൗരവത്തിലും അതിലുപരി വല്ലാത്തൊരു കോൺഫിഡൻസും ആയിട്ടായിരുന്നു അത് പറഞ്ഞത്. ഉണ്ണിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു. ക്യാമറയിലൂടെ സിറിലിനെ നോക്കിയപ്പോൾ അവൻ അപ്പോഴും ഫോണിൽ എന്തൊക്കെയോ കാര്യമായി ചെയ്യുന്നതും ഫോൺ വിളിക്കുന്നതുമായ തിരക്കുകളിലാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദാ വീണ്ടും മനുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ആരാണെന്ന് നോക്കിയപ്പോൾ അമ്മാളുമാണ്. ഈ സമയത്തുള്ള വിളി പതിവില്ലാത്തതാണ്. അങ്ങനെ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഉപയോഗിക്കാറില്ല, വിളിക്കാറുമില്ല. മനു വേഗം ഫോൺ എടുത്തു. ഇനി എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് എടുത്തത്. ഹലോ മനുവേട്ടാ. എന്താ അമ്മു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഞാൻ മനുവേട്ടൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കാൻ വിളിച്ചതാ. എനിക്കെന്ത് കുഴപ്പം? ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, രാവിലെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിറങ്ങിയത് കൊണ്ട് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല, അതുകൊണ്ട് വിളിച്ചതാ. ഓ അങ്ങനെ.
അതിനിത്രയ്ക്ക് ടെൻഷൻ അടിക്കാനുള്ളതൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ കസേരയിൽ വെറുതെ കൊണ്ടിരിക്കുന്നു. മനു തമാശ പോലെ പറഞ്ഞു. ബോറടിക്കുന്നോ അവിടെ? അവൻ്റെ ആ സംസാരം കേട്ടപ്പോൾ അമ്മാളും അവനോട് തിരികെ ചോദിച്ചു. കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് മനുവിന്. അടങ്ങിയിരിക്കില്ല. മിക്ക സമയവും നിറങ്ങളുടെ കൂടെ ആയിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വരച്ചും കുത്തിയും അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് മുൻപ് അവൻ്റെ ജോലി ഇത് തന്നെ ആയിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അവിടെ പോയി അങ്ങനെ ഇരിക്കുന്നത് അവനെ സംബന്ധിച്ച് അല്പം പ്രയാസം ഉണ്ടാകും എന്നവൾക്കറിയാം. അതുകൊണ്ട് കൂടിയാണ് അമ്മാളും അവനോട് അതെടുത്ത് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ കൺസൾട്ടേഷനൊന്നും ഇല്ലല്ലോ, ഇവിടെ ഇങ്ങനെ ഇരിക്കാനല്ലേ. സോ എ ലിറ്റിൽ ബോറിംഗ് തന്നെയാണ്, അവനും തിരികെ പറഞ്ഞു. മറുവശത്ത് അമ്മാളും അടക്കി പിടിച്ച് ചിരിക്കുന്നത് മനു ഇപ്പുറം വ്യക്തമായിട്ട് തന്നെ കേട്ടു. നിനക്കവിടെ ജോലിയൊന്നുമില്ലേ? ഇത് ഫ്രീ പീരീഡാണ്. ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ അല്ലല്ലോ. ഫ്രീ പീരീഡൊക്കെ കിട്ടുമ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം. അമ്മാളും അവനെ കളിയാക്കി. ആണോ? എങ്കിലും ഇങ്ങോട്ട് പോര്, നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും ഇവിടെ. മനു അവളെ കളിയാക്കും പോലെയാണ് പറഞ്ഞത്. അയ്യടാ, നോക്കിയിരുന്നോ, ഇപ്പോൾ വരാം ഞാൻ. അമ്മാളും അവനെ തിരികെ കളിയാക്കും പോലെ തന്നെ മറുപടി കൊടുത്തു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.